എവിടെയോ ഇറങ്ങി വന്നോടനെ ഒരു ഇത് കൊണ്ട് കീറിയതാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതാ പറ്റിയത്. അതും വാർത്തയാണോ? ഇന്നലെ ഒരു വൈറൽ വീഡിയോ കണ്ടു. രമേശ് ചെന്നിത്തലയുടെ ഷർട്ട് കീറിക്കൊണ്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നു, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു, പിന്നെ അതൊരു വാർത്തയാകുന്നു. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് കീറിയ ഷർട്ട് ഇടുന്നു, മുടി ചീകാതെ വയ്ക്കുന്നു, അങ്ങനെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുക, ജനങ്ങളുടെ ഇടയിൽ ഇടപഴകാൻ വരിക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഉമ്മൻചാണ്ടി ആ സമയത്ത് ചെറുത്. അപ്പൊ ജനങ്ങൾ അതിനെയൊക്കെ വളരെ ഭയങ്കര സ്വീകാര്യതയാണ് കിട്ടിയിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഭയങ്കര സ്വീകാര്യത കിട്ടിയ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അതേ സംഭവം തന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തല ചെയ്യുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിനു മുമ്പ് ഒരു ആഴ്ച മുമ്പ് കണ്ട് PC വിഷ്ണുനാഥ് MLA ഷർട്ട് കീറി എന്നുള്ളൊരു വീഡിയോ പുറത്തു വരുന്നു. ഇങ്ങനെ ഈ ഷർട്ട് കീറിയ സംഭവങ്ങളൊക്കെ ഒരു വാർത്തയാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. സത്യത്തിൽ ഇതൊക്കെ വാർത്താ മൂല്യമുള്ള അല്ലെങ്കിൽ വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതൊരു വാർത്താ മൂല്യമുള്ള കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രത്തോളം വാർത്തയാക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിലെ മന്ത്രിമാരാണ്. കോൺഗ്രസിലെ മന്ത്രിമാരുടെ ഷർട്ട് കീറിയ കാര്യങ്ങൾ വലിയ വാർത്തയാക്കുന്നു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതൊക്കെ വാർത്തയാണോ? വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷർട്ട് കീറിയ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷർട്ട് കീറിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ എവിടെയെങ്കിലും വെച്ച് കീറിയതായിരിക്കാം, മറ്റൊരാൾ പറയുകയും ഞാനത് മാറ്റുകയും ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആ ഷർട്ട് ഇട്ടുകൊണ്ട് പോയില്ല, ഞാനത് അറിയുന്നില്ല, എന്നോടൊരാൾ പറയുന്ന സമയത്ത് ഞാനത് മാറ്റുകയും ചെയ്തു എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും അത് രമേശ് ചെന്നിത്തല തന്നെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇതൊക്കെ വാർത്തയാണോ? സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും വാർത്തയാക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണെന്ന് തോന്നുന്നു മന്ത്രി PC വിഷ്ണുനാഥിന്റെ ഷർട്ട് കീറിയിരിക്കുമ്പോൾ അവിടെ വലിയ ക്യാപ്ഷനോട് കൂടി സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകുന്നു. അപ്പോൾ കീറിയ ഷർട്ട് ഇട്ടാൽ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകുമോ? തല ചീകാതിരുന്നാൽ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകും? അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളവർക്കൊക്കെ ജനകീയമാകാൻ വേണ്ടി, അല്ലെങ്കിൽ ജനകീയ മന്ത്രിയോ ജനകീയനായിട്ടുള്ള MLA ആകാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ഗതിയിലേക്ക് കോൺഗ്രസ് മാറിയോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഒരു ഷർട്ട് കീറിയിട്ടാലോ മുടി ചെയ്യാതിരുന്നാലോ ഉമ്മൻചാണ്ടിയുടെ ശൈലി ആവുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഇപ്പോ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ വളരെ ഹൈപ്പിൽ നിൽക്കുകയാണ്. കാരണം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം, അല്ലെങ്കിൽ അതിപ്പം വളരെയേറെ കേരളത്തിലുടനീളം നടപ്പിലാക്കുന്നത്, വളരെ കൃത്യതയോടെ നടപ്പിലാക്കുന്നു, ഒരുപാട് പേര് അറസ്റ്റിലാകുന്നു, അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വളരെയേറെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ കൂടെ ഇനി ഈ ഒരു ഷർട്ട് കീറുന്ന സംഭവം കൂടി വരുമ്പോൾ ഇത് ആ ഉമ്മൻചാണ്ടിയുടെ ജനകീയത വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അല്ല, അതിന്റെ അകത്ത് രണ്ട് കാര്യമാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഏകദേശം ഒരേ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ബാക്കി രാഷ്ട്രീയ നേതാക്കളെ വെച്ച് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിലവിലെ മന്ത്രിമാരെയൊക്കെ എടുക്കുമ്പോൾ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഇരുത്തം എന്ന നേതാവാണ്. രമേശ് ചെന്നിത്തല അതുപോലെയാണ്. പിന്നെ എല്ലാവരും പറയാറ്, അല്ലെങ്കിൽ ജെൻസികളടക്കം രമേശ് ചെന്നിത്തലയെ വിമർശിച്ചിരുന്ന ഒരു കാര്യം എന്നത്, ജെൻസികളൊപ്പം കൂട്ടുന്നതിൽ പലപ്പോഴും രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് പഴയ ശൈലിയാണ്. ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നല്ല, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ റിയൽ ലൈഫും അല്ലെങ്കിൽ റിയൽ പൊളിറ്റിക്സും ഉണ്ട്. റിയൽ പൊളിറ്റിക്സിൽ സജീവമാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുന്നില്ല. റിയൽ പൊളിറ്റിക്സിൽ മാത്രമാണ് രമേശ് ചെന്നിത്തല സജീവമായി നിൽക്കുന്നതെന്നൊരു ആരോപണം യൂത്ത് കോൺഗ്രസിന് അടക്കമുണ്ടായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തലയുടെ പേര് പരിഗണിക്കുമ്പോൾ പോലും നമ്മൾ പറഞ്ഞു കേട്ടൊരു ആരോപണം. റിയൽ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ റിയലിലേക്ക് വരാൻ കഴിയുന്നില്ല. റിയൽ പൊളിറ്റിക്സിൽ മാത്രമേ അദ്ദേഹം പഴയ ചിന്താഗതിക്കാരനാണ്, അല്ലെങ്കിൽ പഴയ രാഷ്ട്രീയം പിന്തുടരുന്ന ആളാണ് എന്നുള്ളത്. VD സതീശൻ ഉൾപ്പെടെ റിയൽ പൊളിറ്റിക്സിലേക്ക് കയറി വന്നു എന്നാണ് പറയുന്നത്. കാരണം എല്ലാ കാര്യം നടക്കുന്നതാണെങ്കിലും ചിരിക്കുന്നതാണോ എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണുള്ളത്. അപ്പൊ അതേ ഒരു പാതയിലേക്കാണോ രമേശ് ചെന്നിത്തലയും വരുന്നതാണ്. ഇപ്പൊ കൂടുതലായിട്ട് രമേശ് ചെന്നിത്തലയുടെ വീഡിയോ ഇതേപോലെ റീൽസ് കൂടുന്നുണ്ട് എന്നുള്ളൊരു അതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റീൽസ് കൂടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ വെച്ച് ഒരു റിയൽ പൊളിറ്റിക്സുമായി മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ റിയൽ പൊളിറ്റിക്സ് ഇല്ലാതെ ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന ഒരു ചിന്താഗതി തെരഞ്ഞെടുപ്പിന് മുൻപ്, തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു മാറ്റം വന്നത് ഓപ്പറേഷൻ തൂഫാനുമായി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോയപ്പോഴാണ്. വളരെ പഴയ നേതാവാണ്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന് അറിയാവുന്നത് എന്ന് പറഞ്ഞവരെ തിരുത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞത്, എനിക്ക് ഒരു ദിവസം നിങ്ങൾ അധികാരം തരൂ, ഈ പറയുന്ന ലഹരി മാഫിയകളെ ഇല്ലാതാക്കാൻ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കാട്ടിത്തരാം എന്ന് പറയുകയും, ഒരിക്കലും എല്ലാവരും ആദ്യം കരുതിയത് ഇതൊക്കെ അധികാരത്തിൽ വന്നതിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു ആവേശം മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം ഇപ്പൊ രമേശ് അധികാരത്തിലേറി ആദ്യത്തെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ ഒരു മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ആദ്യം ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി
വന്ന രമേശ് ചെന്നിത്തലയിൽ നിന്ന് പിന്നീട് പ്രതിപക്ഷ നേതാവല്ല, വെറും പ്രതിപക്ഷ അംഗമായി ഹരിപ്പാട് MLA മാത്രമായ രമേശ് ചെന്നിത്തലയിൽ നിന്ന് പുതിയ VD സതീശൻ സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിപ്പോ കീറിയ ഷർട്ട് ഇടേണ്ട കാര്യമില്ല. ഇനിയിപ്പോ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഇതൊരു PR ഗിമ്മിക്കാണെങ്കിൽ രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് കീറിയ ഷർട്ട് ഇടേണ്ട ആവശ്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കില്ല. അത്രത്തോളം പിന്തുണ എനിക്ക് തോന്നുന്നു VD സതീശനും രമേശ് ചെന്നിത്തലയും ഒപ്പത്തിനൊപ്പം ഒരുപക്ഷെ മുഖ്യമന്ത്രിയാവാൻ തന്നെ ഇപ്പൊ ഈ VD സതീശനെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിന് ശേഷവും വീണ്ടും ചർച്ചയാവുന്നത് മുഖ്യമന്ത്രിയാവേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയാണോ എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്രത്തോളം ഗ്രാഫ് ഉയർത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കീറിയ ഷർട്ട് ഇട്ടാലോ തല ചീകാതിരുന്നാലോ ജനകീയ മന്ത്രിയാകണമെന്നില്ല, അല്ലെങ്കിൽ ജനകീയനാകണമെന്നില്ല. അവരെടുക്കുന്ന നിലപാടുകളായിരിക്കും അവരെ ജനകീയനായിട്ടുള്ള മന്ത്രി MLA ആക്കി മാറ്റുന്നത്. കോൺഗ്രസ് നേതാക്കൾ കീറിയ ഷർട്ട് ഇടുന്നതുമായി ബന്ധപ്പെട്ട് പഴയൊരു ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ ഖദർ ഷർട്ട് വാങ്ങിച്ചിട്ട് അത് കീറിയിട്ട് വീണ്ടും പശ കഴിച്ച് കലക്കി ഇടുന്നു, തുന്നിയിട്ട് വീണ്ടും തുന്നിയിടുന്നു, എന്നിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് കീറിയ ഷർട്ട് തുന്നിയിടുന്ന ഒരു ആളാണെന്നുള്ളത് അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളെ പണ്ട് മുതലേ ഒരു പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ നേതാക്കളൊക്കെ വളരെയേറെ ജനകീയരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അല്ല, അത് മാത്രമല്ല, കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കോൺഗ്രസിന്റെ ഒരു വസ്ത്രധാരണ രീതിയുണ്ട്. ഖദർ ഷർട്ട്, മുണ്ട്, എന്താണ് പശയിട്ട മുണ്ട്, ഇതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത്. അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. കളർ ഷർട്ട്, ടീഷർട്ട് ഇട്ട് പോകുന്ന ചാണ്ടി ഉമ്മൻ പോലും കേരള നിയമസഭയിൽ കോൺഗ്രസിന്റെ MLA ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊന്നും വലിയ അല്ലെങ്കിൽ വസ്ത്രധാരണം ഒന്നും അല്ല ഒരാൾ ജനകീയനാണോ അല്ലേന്ന്. പിന്നെ എല്ലാവർക്കും ഒരിക്കലും ഉമ്മൻചാണ്ടി ആകാൻ കഴിയില്ല. ഉമ്മൻചാണ്ടിയെ പോലെ ആകാൻ വേണ്ടി ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് ചെയ്താൽ മതി. അതിന് കീറിയ ഷർട്ട് ഇടുകയോ തല ചീകുകയോ നടക്കുകയൊന്നും വേണ്ട. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു, ഇത് വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല. ഞാനത് അറിഞ്ഞില്ല. ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ കീറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് മാറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. PC വിഷ്ണുനാഥിന്റെ വീഡിയോയിൽ വിഷ്ണുനാഥ് പ്രതികരിച്ചിട്ടില്ല. കാരണം അത് വളരെ ചെറിയൊരു ഹോളാണ്. അത് വളരെ സൂം ചെയ്തുകൊണ്ടാണ് ആ ഒരു വീഡിയോ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ആകാൻ വേണ്ടിയാണോ ഇവരിത് ചെയ്യുന്നത്? കാര്യം കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് വലിയ സ്വാധീനമുണ്ട്, പങ്കുണ്ട്. അതിലൊന്നും യാതൊരു സംശയമില്ല. ഉമ്മൻചാണ്ടി ആകാൻ VD സതീശനും ശ്രമിക്കേണ്ട, രമേശ് ചെന്നിത്തലയും ശ്രമിക്കേണ്ട, ഒരാളും ഷാഫി പറമ്പിലും ശ്രമിക്കേണ്ട, ആരും ശ്രമിക്കേണ്ട. നല്ല കാര്യങ്ങൾ ആര് ചെയ്തു അത് ഉൾക്കൊള്ളുക. അതിപ്പോ LDF ഇടതുമുന്നണിയിൽ ഒരാൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് തോന്നി ഈ സർക്കാരിന്റെ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പഴയ സർക്കാർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു സർക്കാരല്ല. നല്ല കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നല്ലത് ആര് ചെയ്താലും അംഗീകരിക്കാനുള്ള മനസ്സ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായാൽ മതി. അതിനിപ്പോ ഉമ്മൻചാണ്ടി ആവാൻ കീറിയ ഷർട്ട് ഇടേണ്ട കാര്യമില്ല. പിന്നെ മാധ്യമങ്ങൾ കീറിയ ഷർട്ട് ഇടുന്ന നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ പിന്നാലെ പോവുകയും അതൊരു ഉമ്മൻചാണ്ടി വെർഷൻ ആണ് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇതിന്റെ കൂടെ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുകയാണെങ്കിൽ, രമേശ് ചെന്നിത്തല ഈ തൂഫാൻ ഓപ്പറേഷൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ മന്ത്രി പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു, ഈ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറിക്കാർ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടു കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ അവർക്ക് അത് ഉൾപ്പെടെ ഒരു മുന്നറിയിപ്പാണ് ആദ്യം കൊടുത്തത്. അല്ലാതെ ഡയറക്റ്റ് അവരെ പോയി പിടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഇനി മേലിൽ, ഇന്നലെ വരെ ചെയ്തു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും ഈ ഫുഡ് ഡെലിവറി ആൾക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ മൊത്തത്തിൽ എല്ലായിടത്തും പോലീസ് ഒരു വിട്ടുവീഴ്ചയില്ലാതെയാണ് റെയ്ഡ് നടത്തുന്നതും പരിശോധന നടത്തുന്നതും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അത് ആരെ എന്നൊന്നും നോക്കുന്നില്ല. കാരണം കാരവാനിൽ പോയി, സിനിമാ ഫീൽഡിൽ ഉണ്ടെങ്കിൽ കാരവാനിൽ പോയിട്ട് അവിടെ വരെ ഈ പരിശോധന നടത്തുന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ചെന്നിത്തല ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു രാഷ്ട്രീയമോ ഒന്നുമില്ല. കാര്യം ഏത് മേഖല ആയാലും ലഹരി എത്തുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി തന്നെയാണ് ഓപ്പറേഷൻ തൂഫാനുമായി പോകുന്നത്. കേരള പോലീസ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം, കേരള പോലീസ് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പല വീഡിയോകളിൽ അല്ലെങ്കിൽ കേരള പോലീസിന്റെ ഒഫീഷ്യൽ സൈറ്റുകളിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പരിശോധിക്കണമെന്ന കമന്റുകളുടെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോലും നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പള്ളികളിൽ ചെന്നിട്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, അവയർനെസ് കൊടുക്കുക, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക. അത്തരം കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന ഫുഡ് ഡെലിവറി എന്ന പേരിൽ ഡ്രഗ്സോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരും അറസ്റ്റ് ചെയ്യും. ഇതൊരു ഭീഷണിയല്ല, ഇതൊരു താക്കീതാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഓപ്പറേഷൻ തൂഫാനുമായി ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതേ ലെവലിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പറയും ഹൈക്കമാൻഡിന് തെറ്റുപറ്റി, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമായിരുന്നു എന്ന്. ശരിയാണ്.